കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഡെലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡെലിമിറ്റേഷൻ കമ്മീഷൻ വരൂലേ തുടങ്ങിയ ആശങ്കയിലാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ എന്താണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, അടുത്തൊരു 30 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 50 വർഷത്തേക്ക് നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആരായിരിക്കും ഭരിക്കുക എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ജനങ്ങൾക്ക് കിട്ടുമെന്നതാണ് ഈ ഡെലിമിറ്റേഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്ത് നിരവധി തവണ ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട്, 4 തവണ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ രാജ്യത്തെ ടോട്ടൽ ലോകസഭാ സീറ്റിൽ കാര്യമായി വ്യത്യാസം വരുത്താത്ത രൂപത്തിലാണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 545 സീറ്റുകളാണ് ലോകസഭയിലുള്ളത്. അതിൽ 543 സീറ്റുകൾ ജനങ്ങൾ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്തുകൊണ്ട് ലോകസഭയിലേക്ക് പറഞ്ഞേക്കുന്നു. 2 സീറ്റുകൾ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ലോകസഭയിലേക്ക് പറഞ്ഞേക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷേ ഇനിയൊരു ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ തന്നെ പുതിയൊരു പാർലമെന്റ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആൾറെഡി ഒരു 850 സീറ്റ് പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ അമിത്ഷായും ഒക്കെ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് 2026 ഡെലിമിറ്റേഷൻ കമ്മീഷൻ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ ലോകസഭയുടെ എണ്ണം 543 നിന്ന് 545 നിന്ന് ഒരു 850 ആക്കി ഉയർത്തുക എന്നതാണ്. അപ്പോൾ ഇതെന്താണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ് സദേൺ സ്റ്റേറ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരുപാട് ന്യായങ്ങളുണ്ട്. 1960കളിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമൊക്കെ പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യൻ ലോബിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. സദേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ ഒരു സേ ഇല്ല എന്നാണ് സദേൺ സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം കർണാടകയാണെങ്കിലും നമ്മുടെ കേരള ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും അവർക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ സീറ്റുകളാണ് ആസ് ഓഫ് ഇന്ന് കമ്പാരിറ്റീവ് നോർത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇന്നും വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഉള്ളത്. എന്നാൽ അടുത്തൊരു ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നുകൊണ്ട് ജനസംഖ്യാനുപാതികമായി ഈ ഒരു സീറ്റുകളൊക്കെ ഒരു പുനർനിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് യാതൊരു സേയും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം ഒരു പുനർനിർണ്ണയിക്കപ്പെടും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ യു പി ഭരിക്കുന്ന അല്ലെങ്കിൽ യു പി ബീഹാറിൽ നിന്നും ഉണ്ടാകുന്ന എം പിമാരുടെ എണ്ണം മാത്രം നമ്മുടെ സദേൺ സ്റ്റേറ്റുകൾ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, അതുപോലെ കർണാടക, ഈ ഒരു 5 സ്റ്റേറ്റുകളുടെ ടോട്ടൽ എം പിമാരുടെ എണ്ണം യു പിയും ബീഹാറത്തെയും ടോട്ടൽ എം പിമാരുടെ എണ്ണമായി ചുരുങ്ങുമെന്നതാണ്, ഈക്വലായി മാറും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും യു പി, ബീഹാർ, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ പ്രധാന ഹിന്ദി ഹേറ്റ്ലാൻഡ് മാത്രം ഒരു മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ പരമാവധി സീറ്റ് ലോകസഭയിലേക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നീട് രാജ്യത്ത് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റ് സദേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേക സേ ഉണ്ടാവില്ല. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകിച്ച് കാര്യമായ ജനസംഖ്യ കുറവായതുകൊണ്ട് അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ബില്ല് വരുന്നതോടുകൂടി തന്നെ കാര്യമായ ഒരു ഇമ്പാക്റ്റും കാര്യമായ ഒരു സേയും ഇല്ലാത്ത സ്റ്റേറ്റുകളായിട്ട് സദേൺ സ്റ്റേറ്റുകൾ മാറുമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ജനസംഖ്യാനുപാതികമായി ഈ ഒരു എം പിമാരുണ്ടാകുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ജനസംഖ്യാനുപാതികമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത്. ഓരോ എം പിമാർക്കും കൃത്യമായ ജനസംഖ്യയാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും കാര്യമായ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 1970കളിൽ നമ്മുടെ 75കളിലൊക്കെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പോപ്പുലേഷൻ കൺട്രോൾ എന്നുള്ളൊരു മെഷേഴ്സ് രാജ്യത്ത് ഒരു പോളിസി ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോപ്പുലേഷൻ കൺട്രോൾ നടത്തി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പോവർട്ടിയിലൊക്കെ കാര്യമായ വ്യത്യാസം ഉണ്ടാവും, രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടാവും, സ്റ്റേറ്റുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്ന് സ്റ്റേറ്റ് തന്നെ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി സ്റ്റേറ്റുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കർണാടകയും തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന ആന്ധ്ര, അതുപോലെ തെലുങ്കാന ഉൾപ്പെടുന്ന സ്റ്റേറ്റുകളൊക്കെ ഈ പോപ്പുലേഷൻ കൺട്രോൾ പരമാവധി ചുരുക്കി കൊണ്ടുവരാനും അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടത്തി. അങ്ങനെയാണ് ഈ സദേൺ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ കുറയുകയും നോർത്ത് സ്റ്റേറ്റുകളിൽ അത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്ത്. എന്നാൽ സദേൺ സ്റ്റേറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പോപ്പുലേഷൻ കൺട്രോളിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പോളിസി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവർ പണിഷ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു പോപ്പുലേഷൻ കൺട്രോൾ ഗവൺമെൻറ് പോളിസിയായി കൊണ്ടുവന്നു, എന്നിട്ട് ഞങ്ങളത് നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സദേൺ സ്റ്റേറ്റുകൾ കാര്യമായിട്ടുള്ള പ്രോസ്പെരിറ്റി
ഇന്ന് നിലവിലുണ്ട് നോർത്തേൺ സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ലോകസഭയിൽ ഞങ്ങളുടെ വോയിസ്, ഞങ്ങളുടെ സീറ്റ് കാര്യമായിട്ട് ചുരുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരതിനെ പണിഷ് ചെയ്യപ്പെടുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1975 നടപ്പിലാക്കിയ സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ സീറ്റ് ഷെയറിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഈ സദൺ സ്റ്റേറ്റുകളൊക്കെ ഇതിൽ കാര്യമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചത്. 2001 നമ്മുടെ വാജ്പേയി സർക്കാർ ഇത് വന്നപ്പോൾ വിശാലമായ ജനാധിപത്യ ബോധത്തോടു കൂടിയാണ് അവരും പ്രവർത്തിച്ചത്. അവരും 2026 വരെ ഇത് ഫ്രീസ് വെക്കാനുള്ള ശ്രമമാണ് അവരും നടത്തിയത്. പക്ഷേ മോദി സർക്കാരിന് സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊന്നും നിലവിലില്ല. അവർക്കൊരു ഓട്ടോക്രാറ്റിക് ആയിട്ട് ഒരു ഏകാധിപത്യ ഭരണകൂട സംവിധാനത്തിലേക്ക് രാജ്യത്ത് മാറ്റുക എന്നുള്ള, കാലകാലം ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷനിൽ തന്നെ 400 പാർ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു NDA സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കാര്യമായ തിരിച്ചടി അവർക്കുണ്ടായി. ഉത്തർപ്രദേശിലടക്കം കാര്യമായ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്താണ് വഴി? അപ്പോൾ ഇനിയും അധികാരം നിലനിർത്തണമല്ലോ. ഓൾറെഡി ഇപ്പോൾ 3/2 ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ഡെലിമിറ്റേഷൻ കമ്മീഷൻ പ്രാവർത്തികമാക്കാൻ, ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ കാര്യമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അമിത്ഷാജിയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നത്. അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി മാത്രമേ ഇത് പാസ്സാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വുമൺസ് റിസർവേഷൻ ബില്ല് കൂടി അഡീഷണലായി കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വുമൺ റിസർവേഷൻ ബില്ല് കൊണ്ടുവന്ന എന്താ പ്രത്യേകത? രാജ്യത്തുള്ള ഏകദേശം 50% മുകളിൽ ആളുകൾ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് റെപ്രസെൻറ്റേഷൻ നിർബന്ധമായിട്ടും വരണം. അപ്പോൾ ലോകസഭയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലേക്കോ സ്ത്രീകൾക്ക് ജനസംഖ്യാനുപാതികമായിട്ട് അല്ലെങ്കിൽ ഒരു റിസർവേഷൻ ആസ് ഓഫ് നോ നിലവിലില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികളോ ഇന്ന് രാജ്യത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ വുമൺ റിസർവേഷൻ ബില്ലിനെ അനുകൂലിക്കില്ല. അപ്പോൾ ഇവർ ഇതിൻ്റെ ഭാഗമായി വുമൺ റിസർവേഷൻ ബില്ല് നടപ്പിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് വേണം? ഡെലിമിറ്റേഷൻ കമ്മീഷൻ വരണം. അങ്ങനെ 850 സീറ്റിൽ നിന്ന് വുമൺസ് റിസർവേഷൻ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുന്ന സമയത്ത് അതിനെ എതിർക്കാനോ അത് പരാജയപ്പെടുത്താനോ അത് വുമൺസ് റിസർവേഷൻ്റെ ഭാഗമായി വരുമ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വുമൺസ് റിസർവേഷൻ എതിർക്കുന്നേ എന്ന് നമ്മുടെ മോദിയും അതുപോലെ അമിത്ഷാജിയും പറയും എന്നുള്ള ഒരു ധാരണ കൂടി അവർക്കുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ, വളരെ ചാണക്യ ബുദ്ധിയോട് കൂടിയാണ് ഇത് സത്യത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അപ്പോൾ ആ ചർച്ച കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ അരങ്ങേറിയതുപോലെ 1960കളിൽ ശക്തമായ രക്തച്ചൊരിച്ചിലുകൾക്കാണ് DMKയുടെ നേതൃത്വത്തിൽ അന്ന് രാജ്യത്ത് മുന്നോട്ട് വന്നത്. ഒരു ദ്രാവിഡ ലാൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അക്കാലത്ത് ഞങ്ങൾക്ക് സ്വയം ഭരണാധികാരമാണ്, ഞങ്ങൾക്കൊരു ഓട്ടോണമി വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ നേരത്തെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബില്ല് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രക്ഷോഭങ്ങളും കലാപങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. കേരളത്തിന് യാതൊരു സേവമില്ലാത്ത ഒരു സിസ്റ്റമായി മാറും. സാധാരണ ഇപ്പോഴത്തെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റും റിലീഫും ഫണ്ടുകളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ തന്നെ വലിയ മിസ്മാച്ച്, വലിയ ഡിസ്ക്രിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വയനാട് ദുരന്തം നടന്നു. ഒരു 2000 കോടിയോളം രൂപ അലോക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചു, അവിടെ കുട്ടിയെ കളിപ്പിച്ചു, തിരിച്ചുപോയി. ഒരു ഫണ്ട് നയാ പൈസ നമ്മുടെ കേരളത്തിന് അലോക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കേരളം ഡിമാൻഡ് ചെയ്ത അത്ര ഒരു അലോക്കേഷൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്റ്റേറ്റുകളിലേക്കൊക്കെ വാരിക്കോരി NDA സർക്കാരിന് അധികാരത്തിൽ വരാൻ വേണ്ടി ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. അത് ആന്ധ്രാപ്രദേശിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ബീഹാറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആനുകൂല്യമൊന്നും നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ഡെലിമിറ്റേഷൻ കമ്മീഷൻ വന്നു, ഒരു 850 സീറ്റായിട്ട് നമ്മുടെ പാർലമെൻറ്റിനെ പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ഒരു 20 അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും അവിടെ അവർക്ക് ഉണ്ടാക്കാല്ല. അവർ കുറച്ച് പ്രസംഗിച്ച് അവർ കുറച്ച് സംസാരിച്ച് പോരുക അല്ലാതെ നമുക്ക് രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഫോറത്തിൽ കാര്യമായ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് സദൺ സ്റ്റേറ്റുകൾ മാറും എന്നതാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്.
ഈ കൗബെൽറ്റ് എന്നറിയപ്പെടുന്ന ഹിന്ദി ഹെഡ്ലാൻഡിൽ കാര്യമായ സീറ്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവുണ്ടാവും. ആ വർധന വെച്ചുകൊണ്ട് 3-2 ഭൂരിപക്ഷത്തോടു കൂടി പല 3-2 ഭൂരിപക്ഷത്തോടു കൂടി പല സമയങ്ങളിലും പല ബില്ലുകളും ചുട്ടെടുക്കാൻ കഴിയും. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ സിമ്പിളായിട്ട് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിക്കും നമ്മുടെ ജനാധിപത്യത്തിനും ഒക്കെ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഈ ഒരു ബില്ലിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ വാർത്താ ചാനലുകളൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ UDF നേതാക്കന്മാരെ കാണുമ്പോൾ ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ കേരളത്തിൽ ആര് അധികാരത്തിലേക്ക് വരുമ്പോൾ ആര് മുഖ്യമന്ത്രിമാരാവും, അല്ലെങ്കിൽ KC വരുമോ, വേണുഗോപാൽ വരുമോ, VD സതീശൻ വരുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മെയ് 4 ശേഷം നമുക്ക് ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട്. ആസ് ഓഫ് നൗ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു സമയമില്ലാത്ത ഒരു സന്ദർഭത്തിലാണുള്ളത്. അപ്പോൾ ആ ഒരു ധാരണ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനും ഈ ഒരു ഡെലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. താങ്ക് യു.